നാളെ പരലോകത്തെ കള്ളുകുടിയനായ മദ്യപാനിയായ ഒരാൾ വന്നാൽ നാളെ പരലോകത്ത് വരുന്ന രീതി എങ്ങനെയാണ്? അവന്റെ മുഖം കറുത്ത് കരിവാളിച്ച് നാവ് വലിച്ചെടുത്ത് താഴോട്ടിട്ട് വളരെ വികൃതമായ രൂപത്തിൽ നാളെ പടച്ചവന്റെ കോടതിയിൽ വരുമ്പോ ജനങ്ങൾ മനസ്സിലാക്കും, അതാ ആ വരുന്നവൻ മദ്യപാനിയാണ്, കുടിയനാണ്, തമാടിയാണ് എന്ന് മനസ്സിലാക്കി പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ പാനീയം കുടിച്ചവൻ. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ, ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫലാ തുസല്ലിമു അലൈഹി ഫലാ തഉദൂ ഇലാ മരിമാ. മദ്യപാനിയായ ഒരാളെ കണ്ടാൽ സലാം പറയേണ്ടതില്ല. കാരണം അമ്മ വിലക്കിയ വെള്ളം കുടിക്കുന്നവനോട് നമ്മൾ എന്തിനാണ് മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള അഭിവാദ്യം കൈമാറുന്നത്? ആവശ്യമില്ല. കള്ളുകുടിയന് സലാം പറയാൻ പാടില്ല. അവൻ രോഗിയായ ആൾ സന്ദർശിക്കാൻ പാടില്ല. വലാ തുസല്ലൂ അലൈഹി ഇദാ മാതാ. അവനോ മരിച്ചുപോയാൽ അവന്റെ മേൽ നിസ്കരിക്കേണ്ടതില്ല. فإنه عند الله سبحانه وتعالى كعابد وثن. അതാ കള്ളുകുടിയനായ മനുഷ്യൻ അല്ലാഹുവിന്റെ അടുക്കൽ ബിംബാരാധകനെ പോലെയാണ്, പ്രതിഷ്ഠ വെച്ച് ആരാധിച്ചവനെ പോലെയാണ്. അവന് മൂല്യമില്ല. മാത്രമല്ല, ആരെങ്കിലും ദുനിയാവിൽ വെച്ച് കള്ളുകുടിച്ചു പോയാൽ അവന് നാളെ ആഖിറത്തിൽ സ്വർഗീയ പാനീയമാകുന്ന മഹത്വമുള്ള കല്ല് അവന് ലഭിക്കാനില്ല. എത്രയോ വലിയ ഗൗരവമുള്ള കുറ്റമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുന്നു, പഠിപ്പിക്കുന്നു, ആരെങ്കിലും മദ്യപാനിയായ ഒരുത്തന് ഭക്ഷണം നൽകിയാൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ശിക്ഷ നൽകുന്നതാണ്. വമൻ ഖളാ ഹാജതഹു അലഹു അലാ ഹദിൽ ഇസ്ലാം. ആരെങ്കിലും ഒരു കുടിയൻ വന്നിട്ട് 10 രൂപ സഹായം ചോദിച്ചു, ഒരു ഹെൽപ്പ് ചോദിച്ചു, അപ്പോൾ അവന് നൽകിയാൽ അവൻ ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിച്ചവനാണ്. ومن أقرضه قد أعانه على قتل مسلم. ആരെങ്കിലും ഒരാൾ വന്നിട്ട് കടം ചോദിച്ചാൽ, കുടിയനായ ഒരുത്തൻ കടം ചോദിച്ചാൽ അവന് കടം നൽകിയാൽ ഒരു മുസ്ലിമിനെ കൊന്നതിനെ സഹായിച്ചവനെ പോലെയാണ്. ومن جعلته حشره الله أعمى لا حجة له. ആരെങ്കിലും ഒരാൾ കുടിയന്മാരുടെ കൂടെ ഇരുന്നാൽ അവൻ നാളെ പരലോകത്തെ അന്ധനായി, കാഴ്ചയില്ലാത്തവനായി പരലോകത്തവനെ വിളിച്ചുകൊണ്ടുവരുന്നതാണ്. അവന് പ്രമാണമില്ല. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവൻ രോഗിയായാൽ നിങ്ങളെ സന്ദർശിക്കേണ്ടതില്ല. കാരണം അല്ലാഹുവിനെ മറന്ന കാഫിറിനല്ലാതെ കള്ളു കുടിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപാനത്തിന്റെ ആപത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാമികൾ ഗ്രന്ഥങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരെ പരിഷ്കാരത്തിന്റെ ഭാഗമായി കള്ളുകുടിക്കുന്നുണ്ട്. ഇന്ന് ഫ്ലൈറ്റിൽ കയറിയാലോ അതാ ആവശ്യം പോലെ കിട്ടുന്ന ഫ്ലൈറ്റുകളുണ്ട്. നമ്മുടെ മുസ്ലിം കാക്കാമാര് വാങ്ങി കുടിക്കുന്നില്ലേ? മോനെ, മുഴുവൻ അനുഗ്രഹവും നൽകിയ അല്ലാഹുവിനെ മറന്നുപോയോ? അപ്പോൾ പറയും, മുസ്ലിയാരെ, ഞങ്ങൾ കള്ളൊന്നും കുടിക്കുന്നില്ല, വിസ്കി, ബ്രാൻഡി, 3X, റമ്മ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരേ സാധനങ്ങൾ പറയുന്നു. മോനെ, എല്ലാം ഹറാമ് തന്നെ, എല്ലാം സിദ്ധം തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതാ ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ ചില ആളുകൾ, ചില കുടിയന്മാർ വരും. അതിന്റെ പേര് മാറ്റി പറഞ്ഞിട്ട് അവർ ഉപയോഗിക്കും. ഇന്ന് എത്രയോ ഉൽപ്പന്നങ്ങൾ അതാ തെറ്റായി ഉപയോഗിക്കുന്നുണ്ട്. സദ്യയിൽ വിളമ്പാൻ വെച്ചാലതിൽ പങ്കാളിയായി കൂടാ. അത് മുസ്ലിയാരെ, ഞാനൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ഞാൻ കുടിക്കാറില്ല. പക്ഷേ ഞങ്ങളുടെ കമ്പനിയുടെ വീക്കെൻഡിൽ ഞങ്ങൾ കൂടുന്ന സദ്യയിൽ എല്ലാം ഉണ്ടാകാറുണ്ട്. ഞാനത് കുടിക്കാറില്ല, അവരുടെ കൂടെ ചിലപ്പോൾ ഇരുന്ന് കൊടുക്കാറുണ്ട്. അങ്ങനെ നീ ഇരുന്ന് കൊടുക്കാനും പാടില്ല.
നിനക്കതിൽ കുറഞ്ഞ അനുഗ്രഹം മതി, നിനക്കതിൽ കുറഞ്ഞ ആനുകൂല്യം മതി. പ്രത്യേകിച്ചും വിദേശത്ത് ജോലി ചെയ്യുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഓൺലൈനിലൂടെ കേൾക്കുന്നുണ്ടാകാം. നിങ്ങളുടെ കമ്പനികളിലെ മീറ്റിംഗുകളിൽ മദ്യം വിളമ്പുന്നുണ്ടോ? നിങ്ങളതിൽ പങ്കെടുക്കേണ്ടതില്ല. അല്ലാഹു അല്ലാതെ തന്നെ നിങ്ങൾക്ക് നിഅമത്ത് നൽകാൻ പരമാധികാരിയാണ്, അനുഗ്രഹം ഉള്ളവനാണ്. നീ അതിനെ കണ്ണടച്ചു കൂട്ടി നിന്നിട്ട് മദ്യം ഒഴിക്കുന്ന സദ്യയിൽ ഇരുന്നിട്ട് നീ കൂടേണ്ടതില്ല. ഖിയാമത്ത് നാളിന്റെ അടയാളമായി പറഞ്ഞതാണ്, മദ്യം വിളമ്പുന്ന സദ്യകൾ വരും. ഏതായാലും ശരി കേട്ടോ, ഇമാമീങ്ങൾ എഴുതി വെക്കുന്നു, ആരെങ്കിലും ഒരാൾ, ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പഠിപ്പിക്കുകയാണ്, ഒരാൾ ആദ്യത്തെ പെഗ്ഗങ്ങ് കുടിച്ചാൽ, ഒരാൾ ആദ്യമായി ഒരു കോപ്പ മദ്യം കുടിച്ചാൽ, ആദ്യത്തെ തവണ മദ്യം കുടിച്ചാൽ അവന്റെ ഹൃദയം കറുത്തുപോയി. വീണ്ടും അവൻ അതിലേക്ക് രണ്ടാമതും മടങ്ങിയാൽ അവന് റഹ്മത്ത് തിരിഞ്ഞു കൊടുക്കുന്ന ഹഫറത്താകുന്ന മലക്കുകൾ, അവന് സംരക്ഷണം നൽകുന്ന മലക്കുകൾ അവന് കൈയൊഴിഞ്ഞുപോയി.